ഹലോ മുത്തുമണീസ് മക്കളെ, ഇപ്രാവശ്യം SLC ചെയ്യുന്ന എല്ലാ മക്കൾക്കുള്ള ഒരു ഡൗട്ടാണ്, സാർ ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺ ഒക്കെ മാറോ, SLCയുടെ പാറ്റേൺ ഒക്കെ ആകെ മാറോ സാർ, പണി തരുമോ എന്നൊക്കെ ഉള്ള ഒരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ട്, എല്ലാവരും ചോദിക്കുന്നൊരു സംഭവം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എവിടെ നിന്നൊക്കെ ആയിരിക്കാം ക്വസ്റ്റ്യൻസ് എടുക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത എന്നുള്ള കാര്യങ്ങളാണ്. ഏത് സബ്ജക്റ്റിൻ്റെ, നമ്മുടെ സയൻസ് സബ്ജക്റ്റിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്ന് പറയാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, നല്ലൊരു കമൻറ്റ് തരാം, മാക്സിമം ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. നിങ്ങളാണ് നമ്മുടെ ചാനലിൻ്റെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, അടിപൊളിയാക്കി തരാം. ഓക്കെ, അപ്പോൾ ചോദിക്കൂ സാർ ക്ലാസ്സുകൾ ഉണ്ടാവില്ലേ? ക്ലാസ്സുകൾ ഓൾറെഡി നമ്മൾ നമ്മുടെ ലക്ഷ്യ ബാച്ചിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ലൈവ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ എന്ത് ചെയ്തു, ലക്ഷ്യ ബാച്ചിൽ അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ചാപ്റ്ററുകളായിട്ട് നമ്മളിങ്ങനെ തീർത്തുകൊണ്ടിരിക്കുകയാണ്. ഓണം എക്സാം ആകുമ്പോഴേക്കും അതിൻ്റെ റിവിഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ പക്കയായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇനിയും ജോയിൻ ചെയ്യാൻ ബാക്കിയുള്ളവർ പെട്ടെന്ന് തന്നെ ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ സബ്ജക്റ്റിലേക്ക് വരുമ്പോൾ മക്കളെ, നമുക്ക് കെമിസ്ട്രി, ബയോളജി, ഫിസിക്സ് ഈ 3 സയൻസ് സബ്ജക്റ്റുകൾ നമുക്ക് എങ്ങനെയൊക്കെ ആയിരിക്കും ചോദ്യങ്ങൾ വരിക, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ചോദ്യങ്ങൾ മുന്നിൽ കാണുന്നത് അല്ലേ, നമ്മളൊരു പ്രഡിക്ഷൻ പോലെ ചെയ്യാൻ പോവുക. ഓക്കെ, ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള നമ്മുടെ ഓർഗാനിക്കിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ, കെമിസ്ട്രിയിലെ ഓർഗാനിക്കിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ആദ്യം മിസ് ചെയ്യാതെ പഠിക്കേണ്ട മക്കളെ, ചാപ്റ്ററിൻ്റെ ഇടയ്ക്ക് ഇതുപോലത്തെ ഓരോ ടേബിൾ കാണാൻ പറ്റും. ഓക്കെ, ഓരോ ടേബിൾ ഫില്ല് ചെയ്തൊന്നുമല്ല, ഫില്ല് ചെയ്യാനുള്ള കോൾ ഉണ്ടായിരിക്കും. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട ടേബിൾ നിങ്ങൾ ഇഷ്ടംപോലെ സ്ഥലത്ത് നമ്മുടെ ചാപ്റ്ററിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് ഇങ്ങനെ കാണുന്നുണ്ടാവും. ഇത് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്ത് കളയരുത് കേട്ടോ. ഇതൊരിക്കലും മക്കളെ മിസ് ചെയ്ത് കളയരുത്, കാരണം ഇതിൽ നിന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നമുക്ക് ഇഷ്ടം പോലെ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി ഇതിന് കൊടുക്കണം അല്ലേ. നമ്മൾ ടെക്സ്റ്റ് ബുക്കാണ് നമ്മുടെ മെയിൻ സാധനം. ടെക്സ്റ്റ് ബുക്കിൻ്റെ ഉള്ളിൽ നിന്നല്ലാതെ ഒരു ചോദ്യവും നമുക്ക് ഉണ്ടാവില്ല. ഓക്കെ, ടെക്സ്റ്റ് ബുക്ക് എന്തായാലും നിങ്ങൾ വായിച്ചിരിക്കണം. ടെക്സ്റ്റ് ബുക്ക് വായിക്കാതെ ഒരിക്കലും എക്സാമിന് പോകരുത്. ടെക്സ്റ്റ് ബുക്കിൻ്റെ ഉള്ളിൽ തന്നെ ഒന്നും കൂടി ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഏതൊക്കെയാണ് ഇങ്ങനത്തെ കാര്യങ്ങളാണ്. പിന്നെ ഓരോ ടോപ്പിക്ക് പഠിച്ചാലും ചാപ്റ്ററിൻ്റെ ഉള്ളിൽ തന്നെ, ചാപ്റ്ററിൻ്റെ ഇടയിൽ ഇതുപോലത്തെ ഒരു ചോദ്യങ്ങൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൻ്റെ ഉള്ളിൽ ഇതുപോലത്തെ ഓരോ ചോദ്യങ്ങൾ ഉണ്ടാവും, ഇടയ്ക്കിടയ്ക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് തന്നിട്ടുണ്ടാവും. ആ ചോദ്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, മുന്നിൽ കണ്ടിട്ട് വേണം പോകാൻ. പിന്നെ ലാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലെറ്റ് സസ്സുമാണ് കേട്ടോ. ലെറ്റ് സസ്സിലെ എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് എന്ത് ചെയ്യണം, ചെയ്ത് നോക്കിയിട്ടേ പോവാം കേട്ടോ. ബാച്ചിലർ സ്റ്റുഡൻസിനൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കും. ലെറ്റ് സസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ വരുന്നുണ്ട്, എല്ലാം നമ്മൾ ചെയ്തു തരും. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ഇതൊക്കെ എവിടെ നിന്ന് കിട്ടും എന്നുള്ളൊരു പ്രശ്നമാണെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് നമ്മുടെ ലക്ഷ്യ ബാച്ചിൽ ജോയിൻ ചെയ്തോളൂ, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഇവിടെ തരും. ഓക്കെ, സെറ്റാണ്. അപ്പോൾ കെമിസ്ട്രിയുടെ കേസാണെങ്കിൽ ഈ 3 കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും വിട്ട് കളയരുത് മക്കളെ, കാരണം ഇവിടെ നിന്ന് ചോദ്യം ചോദിക്കാനുള്ള ചാൻസ് 100% എന്തായാലും ചോദ്യങ്ങളുണ്ടാവും, ഉറപ്പിച്ചോളൂ. ഓക്കെ, പിന്നെ നമ്മൾ മുന്നിൽ കാണേണ്ട ഒരു സാധനമുണ്ട്, PYQ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾ ചോദിക്കും സാർ അതിന് സിലബസ് ആകെ മാറിയില്ലേ, പിന്നെ എന്തിനാണ് ഈ PYQ? മക്കളെ, ഇതേ ചോദ്യങ്ങൾ ഇതേ ചാപ്റ്റർ തന്നെ നമ്മൾ മുൻ വർഷങ്ങളിലും ഉണ്ടായിരുന്നു. ആദ്യത്തെ ചില ചോദ്യങ്ങളൊക്കെ, ഇപ്പം നെയിമിങ്ങിൻ്റെ ചോദ്യങ്ങളൊക്കെ അതൊക്കെ സെയിം അത് തന്നെ ചോദിക്കുള്ളൂ, അല്ലാതെ പുറത്തുനിന്ന് വേറെ ഉള്ളതൊന്നും കൊണ്ടുവരാൻ പറ്റില്ല. സെയിം ചോദ്യങ്ങൾ തന്നെ ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ അതും കൂടി PYQസും കൂടി ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ചില ചാപ്റ്ററൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. ചില ചാപ്റ്ററൊക്കെ മുൻ വർഷങ്ങളിലും അതുപോലെ തന്നെ ഉണ്ടാവും, കഴിഞ്ഞ സിലബസിലും ഇതുപോലെ തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ചാപ്റ്ററിൻ്റെ PYQ ജസ്റ്റ് ഒന്ന് നോക്കുന്നത് നല്ലതാണ്. ഓക്കെ, അതെല്ലാം നമുക്ക് ലക്ഷ്യ ബാച്ചിലുണ്ടായിരിക്കും. പ്ലസ് എങ്ങനെ കിട്ടും എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അടുത്തത് എന്താ, ഫിസിക്സിലേക്ക് വരുമ്പോൾ നമ്മുടെ സൗണ്ട് വേവ്സ് അല്ലേ, നമുക്ക് മുന്ന വർഷങ്ങളിൽ ഇല്ലാത്തൊരു ചാപ്റ്ററാണ് സൗണ്ട് വേവ്സ് എന്ന് പറഞ്ഞാൽ, പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു ചാപ്റ്ററാണ്. ഓക്കെ, അപ്പോൾ സൗണ്ട് വേവ്സിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്ന ചാപ്റ്ററാണ് അല്ലേ. ഓക്കെ, അതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ചാപ്റ്ററിൻ്റെ ഇടയ്ക്ക് തന്നെ ഇതുപോലത്തെ ഓരോ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, നിങ്ങൾക്ക് ചെയ്ത് നോക്കാനുള്ള ഓരോ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇതേ മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എവിടെ വരും, നമ്മുടെ SLC എക്സാമിനും ഓണം എക്സാമിനും ക്രിസ്മസ് എക്സാമിനും വരും. ഓക്കെ, അതുപോലത്തെ ക്വസ്റ്റ്യൻസ്. പിന്നെ നമ്മുടെ ലെറ്റർ സസ്സത്തെ ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കുക, എന്നിട്ട് ഇങ്ങനത്തെ ഇങ്ങനത്തെ ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക, ലെറ്റർ സസ്സും ചെയ്ത് നോക്കുക. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി. പിന്നെ അതുപോലെ തന്നെ ബയോളജീൻ്റെ കേസ് വരുമ്പോൾ അതുപോലെ തന്നെ ജെനറ്റിക്സ് ഓഫ് ലൈഫ് അല്ലേ, ജീവൻ്റെ ജനിതകം എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഇതുപോലത്തെ ഓരോ ക്വസ്റ്റ്യൻസ് ചില സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ കാണും. ബയോളജിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ടെക്സ്റ്റ് ബുക്ക് A to Z വായിക്കാൻ കേട്ടോ. ടെക്സ്റ്റ് ബുക്ക് A to Z വായിക്കുക, കാരണം 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഏത് ഭാഗത്തു നിന്നാണ് ചോദിക്കുക നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, മാറ്റങ്ങളൊക്കെ ചിലപ്പോൾ പുതിയ മാറ്റങ്ങളൊക്കെ വന്നേക്കാം. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് A to Z കാര്യങ്ങൾ വളരെ മനസ്സിലാക്കി പഠിക്കുക. ഏതെങ്കിലും ഒരു ഭാഗം മനസ്സിലായില്ലെങ്കിൽ അതിൻ്റെ പിന്നാലെ ഒരു ഓട്ടോസ് എടുത്ത് കൂടുക, എന്നിട്ട് പഠിക്കുക. ഓക്കെ, ബുദ്ധിമുട്ടിയാലേ നമുക്ക് എന്തുണ്ടാവുള്ളൂ, അതിന് റിസൾട്ട് ഉണ്ടാവുള്ളൂ. അങ്ങനെ കിട്ടാവൂ, നമ്മൾ മാക്സിമം എഫേർട്ട് എടുത്ത് പഠിച്ചാലേ അതിനുള്ള റിസൾട്ട് നമുക്ക് ഉണ്ടാവും.
ഓക്കെ, അപ്പോഴേ ആ ഒരു ഹാർഡ് വർക്കിന് എന്തുള്ളൂ, ഒരു പവർ ഉള്ളൂ മക്കളെ. ഓക്കെ, കിട്ടൂടാ. നമുക്ക് ഇത് ബാലികേറ മലയൊന്നല്ല, വലിയ സാധനമൊന്നുമല്ല മക്കളെ. നിങ്ങളൊന്ന് ജസ്റ്റ് ഇരുന്ന് നോക്കിയാൽ മതി. ആ ഒരു ഇരുന്ന് നോക്കലുണ്ടല്ലോ, ഇപ്പം എല്ലാവരും ഇരുന്ന് നോക്കുന്നുണ്ടാവും. കാരണം ഒരു പുതുമയാണല്ലേ, പുതുമയിൽ കുറേ ആളുകൾ നോക്കുന്നുണ്ടാവും. പക്ഷേ ആ ഒരു പുതുമ അവസാനം വരെ കൊണ്ടുപോകാനുള്ള കഴിവ് എത്ര പേർക്കുണ്ടോ അവരെ ലൈഫിൽ വിജയിച്ചിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ സെറ്റായിട്ട് നോക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇങ്ങനത്തെ കാര്യങ്ങളും നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കണം. പിന്നെ ടെക്സ്റ്റ് ബുക്ക് നല്ല രീതിയിൽ വായിക്കണം. ബയോളജി ടെക്സ്റ്റ് ബുക്കാണ് മെയിൻ. പിന്നെ നമ്മുടെ ലെറ്റസസും കേട്ടോ, വിലയിരുത്താന്ന് പറഞ്ഞ ഭാഗം മലയാളം മീഡിയക്കാർക്ക് വിലയിരുത്താന്നായിരിക്കും. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെയ്ത് നോക്കണം. പിന്നെ അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ PYQs, ഇപ്പോൾ ജെനറ്റിക്സിൻ്റെ ഒക്കെ പുതിയ കഴിഞ്ഞ സിലബസിൽ ചാപ്റ്റർ ഉണ്ടെങ്കിൽ ആ ചാപ്റ്റർ റിലേറ്റ് ചെയ്തുള്ള സിലബസ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും സാറേ PYQസും കാര്യങ്ങളൊക്കെ എവിടെ കിട്ടുക? മക്കളെ, PYQസും കാര്യങ്ങളൊക്കെ, അതായത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ള നമ്മുടെ ബുക്ക് സെറ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ നിങ്ങളെ മുന്നിലേക്ക് നമ്മുടെ ബുക്ക് സെറ്റ് എത്തും. അപ്പോൾ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്തവരാണെങ്കിൽ, ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ 1200 രൂപയ്ക്ക് 2 സെറ്റ് ബുക്ക് സെറ്റ്, അതായത് പാർട്ട് 1ഉം പാർട്ട് 2 നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി മെയ്ക്ക് ശേഷമാണ് നിങ്ങൾ ജോയിൻ ചെയ്യുന്നതെങ്കിൽ അത് 1600 രൂപയാവും. ഓക്കെ, അതല്ല ബാച്ചിലില്ലാത്ത ലക്ഷ്യ ബാച്ചിലില്ലാത്ത സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് 2200 രൂപ 2 സെറ്റ് ബുക്ക് സെറ്റിനും കൊടുക്കേണ്ടി വരും. ഓക്കെ മക്കളെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ നോക്കുക. അപ്പോൾ ഇതിൽ നമുക്കിത് ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഇതാണ്ടോ, ലെറ്റസത്തെ കാര്യങ്ങളും എക്സ്റ്റൻഡഡ് ആക്ടിവിറ്റി സൊല്യൂഷനും എക്സാം ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻസും ഒക്കെ അവൈലബിൾ ആണ് നമ്മുടെ ലക്ഷ്യ ബാച്ചിൽ. അത് നമ്മൾ ചെയ്യും. ഓക്കെ, എക്സാം ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും. ഓക്കെ, അപ്പോൾ മക്കളെ, എക്സാമിനറിൻ്റെ കൂടെ നിങ്ങൾ വരാൻ തയ്യാറാണെങ്കിൽ നമ്മൾ SLC അടിച്ചെടുക്കും. ഇത് നിങ്ങൾ ചെയ്യണം. ഈ ഒരു ഭാഗം നിങ്ങൾ എന്ത് ചെയ്യരുത് ഒരിക്കലും. ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങൾ എന്ത് ചെയ്യരുത്, വിട്ട് കളയരുത്. ഓക്കെ, വിട്ട് കളയരുത്. കാരണം ഇവിടെ നിന്നൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുക. സെറ്റല്ലേ? ഓക്കെ മക്കളെ, ഓക്കെ. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങളെല്ലാവർക്കും അയച്ചു കൊടുക്കണം. നിങ്ങളാണ് മക്കളെ നമ്മുടെ പവർ. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ ഒറ്റയ്ക്കല്ല SLC എക്സാം എഴുതാൻ പോകുന്നത്. നമ്മൾ ഒരുമിച്ച് അടിച്ചെടുക്കും. ഓക്കെ, അപ്പോൾ വീണ്ടും കാണുമ്പോഴേക്കും ബൈ.